നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു കുൽച്ചയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഹലോ, ഹായ് ആൻഡ് വെൽക്കം ടു അപ്സൈഡൗൺ ട്രീറ്റ്സ്. സ്നേഹത്തിൽ നിന്ന രുചിക്കൂട്ടുമായി ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി അഖി റഫീഖ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. കുൽച്ച സാധാരണയായിട്ട് തന്തൂറിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ തന്തൂർ ഇല്ലാതെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനായി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. കുൽച്ചേൻ്റെ ഡോ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഒരു ബൗളിൽ 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ ഷുഗർ, സോൾട്ട് ആവശ്യത്തിന്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മളുടെ പൊടികളെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു സ്റ്റിക്കി ഡോ ആക്കിയെടുക്കണം. മൈദയും പൊട്ടറ്റോയും പിന്നെ കുറച്ച് മസാലപ്പൊടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്തത് കുൽച്ച കിങ്. നമ്മളൊരു ഫ്രണ്ട് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫ്ലഫി ആയിരുന്നു. അതേപോലെ തന്നെയുള്ള ടേസ്റ്റിലും പിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം ഇതിലേക്ക് ഒരു 10 ഗ്രാം ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ കുൽച്ചയുടെ മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ 6 വേവിച്ച പൊട്ടറ്റോ, 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുങ്ങനെ മുറിച്ചത്, ഇവിടെ ഞാൻ ഒരു പച്ചമുളക് ചെറുങ്ങനെ മുറിച്ചതും, ഒരു ചുവന്ന മുളക് ചെറുങ്ങനെ മുറിച്ചതും, പിന്നെ കുരുമുളകിൻ്റെ സീഡും പിന്നെ മല്ലിയുടെ സീഡും ഇല്ലേ, അത് ഞാൻ ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 3 വെളുത്തുള്ളിയും കൂടി ചെറുങ്ങനെ മുറിച്ചതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഒരു വലിയ സവാള ചെറുങ്ങനെ മുറിച്ചത്, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, ആംചൂർ പൗഡർ 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് ചാട്ട് മസാല ഇല്ലെങ്കിൽ ആ സെയിം ക്വാണ്ടിറ്റിയിൽ ഗരം മസാല എടുത്താലും മതിയേ. ഇനി അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതിടണം. പൊടിച്ചതില്ലെങ്കിൽ സീഡായിട്ടിട്ടാലും മതി. ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം. ഒരു ചെറിയ ലെമണിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടാൽ മതി. ആദ്യം തന്നെ നമ്മളുടെ പൊട്ടറ്റോ നല്ലോണം മാഷ് ചെയ്തിട്ട് അതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഡോ ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ റെസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റഫിങ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്തിട്ട് ചുട്ടെടുക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്ത ആ മാവ് നല്ല സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിരുന്നല്ലോ. അതിന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് മൈദയൊക്കെ ഇട്ട് കുറച്ചൊന്ന് ടൈറ്റാക്കി എടുക്കണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം. നമ്മളെ ഡോ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് പരത്തിയിട്ട് ഇതിന് മുന്നേ നമ്മൾ സമൂസയുടെ ഡോ ആക്കിയതുപോലെ തന്നെയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മളുടെ ഈ ഡോ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ നല്ലോണം അപ്ലൈ ചെയ്യാം. ബട്ടറിന് പകരമാണെങ്കിൽ നിങ്ങൾക്ക് ഗീ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങൾ ഓയിൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിന് നല്ലൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് മേലേന്നും താഴേന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ബട്ടർ ഇട്ടിട്ട് നമുക്കൊരു ഫോൾഡ് ചെയ്യാം.
ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോൾ നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് 7 കുൽച്ചയുടെ ഡോ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയെടുക്കണം. നമ്മൾ പൊറോട്ടയുടെ മാവ് എങ്ങനെയാണ് ആക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലും ആക്കിയെടുക്കേണ്ടത്. നമ്മൾ 7 ബോൾസും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റഫിങ് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടിട്ട് നമുക്കിത് ചെറുങ്ങനൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഈ മാവ് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് നമുക്ക് റോളിംഗ് പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈ വെച്ചിട്ട് പരത്തിയെടുക്കാന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നമ്മളുടെ ഡോ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മസാല എടുത്തിട്ട് നമുക്കിതെങ്ങനെയാണ് സ്റ്റഫ് ചെയ്യാമെന്ന് നോക്കാം. എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫിങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഇത് മെല്ലെ മെല്ലെ നമുക്ക് പരത്തിക്കൊണ്ടുവരാം. ഇത് ചെയ്യുമ്പോഴും റോളിംഗ് പിന്നിൻ്റെ ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നമ്മളുടെ ഒരു കുൽച്ച പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ കുൽച്ച അൺഈവൻ ആയിട്ടാണ് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അതിൻ്റെ മേലെ വെള്ളമാക്കി കൊടുക്കണം. അപ്പോൾ കൈമേൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ജസ്റ്റ് അതിലൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ആദ്യത്തെ കുൽച്ച ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാന് നല്ലോണം ചൂടാക്കിയെടുക്കുക. ഇത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലാണ് ചൂടാക്കിയെടുക്കേണ്ടത്. കുൽച്ച ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോൺ സ്റ്റിക്ക് പാനിൽ ഇത് ചുട്ടെടുക്കാൻ പാടില്ല. നമ്മൾ പാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ നേരത്തെ നനച്ച് വെച്ച ഭാഗം താഴെ വരുന്ന രീതിയിൽ പാനിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ കൈനെ കൊണ്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. കസ്തൂരി മേത്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കൊറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുത്താലും മതി. മേത്തി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ പാന് മറിച്ച് പിടിച്ചിട്ട് നല്ലോണം ഒന്ന് മേൽഭാഗം ചുട്ടെടുക്കണം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെറുങ്ങനെ കുൽച്ചയായിട്ട് വരുന്നുണ്ട്, പൊന്തി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളുടെ ആലു കുൽച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാമെന്ന് നോക്കാം. ഈ ആലു കുൽച്ച പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ബട്ടർ അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എന്തായാലും ചെയ്യണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ കുൽച്ചക്ക്. കുൽച്ചൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ അച്ചാറാണ്. പിന്നെ വരുന്നത് റൈത്തയും കുൽച്ചയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളുടെ ഈ കുൽച്ച നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ലെയർ കിട്ടാൻ കാരണം നമ്മൾ നേരത്തെ ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തില്ലേ, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഈ കുൽച്ച എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. This is Aki here, signing off from Upsidown Treatz. Goodbye.